ഈ ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരായുള്ള ഇസ്രയേലിൻ്റെ സൈനിക നീക്കം അമേരിക്ക തടഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല ഈ ഹൂത്തി വിമതരൊക്കെ തന്നെ ചെങ്കടലിൽ വെച്ച് കപ്പലുകൾ ആക്രമിക്കുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ചരക്ക് നീക്കത്തിൻ്റെയും അതുപോലെ ഇന്ധന നീക്കത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അദ്ദേഹത്തോടെ ഒരുപക്ഷെ ഈ യുദ്ധം വരുത്തുന്ന ദുരിതങ്ങളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതിൽ ബെഞ്ചമിൻ നെതന്യാഹു ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സമയം കണ്ടെത്താനും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ പങ്കാളി എന്നൊക്കെ ആൾക്കാർ ലോകവിധി എഴുതിയ അമേരിക്ക ഈ ഇസ്രയേലിനോട് കാര്യങ്ങൾ കൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ താമസിക്കുന്ന മധു കൊട്ടാരക്കര നമുക്കൊപ്പം വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര, താങ്കളുടെ ജില്ലയിലാണ് നമ്മൾ നിൽക്കുന്നത്, എൻ്റെയും ജില്ലയാണ്, അറിയാലോ. അപ്പോൾ പറയൂ, എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ്.കെ. ഒരുപക്ഷെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരിക്കാം ഇസ്രായേലിനെതിരെ അമേരിക്ക നിലപാട് കടുപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഇന്ന് രാവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിലൂടെ ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെയുള്ള സൈനിക നീക്കം തടഞ്ഞത്. മിസൈലുകളും യുദ്ധവിമാനങ്ങളുമായി ഹിസ്ബുള്ളയെ നേരിടാനായി തയ്യാറായി കഴിഞ്ഞ ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുവാൻ ഏകദേശം 45 മിനിറ്റ് ടെലിഫോണിൽ ചെലവഴിക്കേണ്ടി വന്നു ജോ ബൈഡന്. ഒരു കടുത്ത സൈനിക നീക്കത്തിൻ്റെ അനന്തരഫലങ്ങളെപ്പറ്റി നെതന്യാഹുവിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു ബൈഡന്. അതുകൊണ്ടായിരിക്കാം എല്ലാം തയ്യാറായി വന്ന ഇസ്രയേൽ ഹിസ്ബുള്ളക്കെതിരെയുള്ള ഇസ്രയേലിൻ്റെ ഈ സൈനിക നീക്കം പിന്നീട് ഉണ്ടായില്ല. എന്നാൽ പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നെതന്യാഹുവുമായി നടന്നത് വെറുമൊരു സ്വകാര്യ സംഭാഷണം മാത്രമായിരുന്നുവെന്നാണ് ബൈഡൻ പറഞ്ഞൊഴിഞ്ഞത്. തുടർന്ന് വൈറ്റ് ഹൗസ് ഈ ചർച്ചയെപ്പറ്റി ഒരു ഔദ്യോഗിക വിശദീകരണം നൽകുകയുണ്ടായി. യുദ്ധത്തിൻ്റെ രീതി മാറ്റി ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാനാണ് അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വ്യാപിക്കാതിരിക്കുവാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇസ്രയേൽ ഹിസ്ബുള്ള നേർക്കുനേർ പോരാട്ടം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഫ്രഞ്ച് ഗവൺമെൻറ്റും ഈ സമയത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുമായുള്ള ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ അടുപ്പം വെച്ചിട്ട് സമാധാന ചർച്ചകൾ ഒരു വശത്ത് തുടരുകയാണ്. ഒപ്പം ഐക്യരാഷ്ട്രസഭയുടെ റെസൊല്യൂഷൻ 1701 നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളും ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് 18 മൈൽ ദൂരേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പ് പിന്തിരിയണമെന്നാണ് ഈ പ്രമേയം ആവശ്യപ്പെടുന്നത്. എസ്.കെ.